എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അക്വേറിയമായിട്ടാണ്. വീട്ടിലുള്ള അക്വേറിയത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും വീട്ടിലെ അക്വേറിയം ഉണ്ടാക്കാനായിട്ടും അത് മീൻ വളർത്താനും ഒക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം ഒരു ചെറിയ അക്വേറിയം ഉണ്ടാക്കി, എന്നിട്ട് അതിൽ കുറച്ച് മീനുകളെ വാങ്ങിച്ചിട്ട് അങ്ങനെയായിരുന്നു തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ അക്വേറിയം ഒരു 7 മാസങ്ങൾക്ക് മുമ്പാണ് ഉണ്ടാക്കിയത്. പുറത്തുനിന്ന് വാങ്ങുകയൊന്നുമല്ല ചെയ്തത്, തന്നെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം അതിൽ കുറച്ച് മീനുകളൊക്കെ വാങ്ങിച്ച് ആയിരുന്നു സ്റ്റാർട്ടിങ്. അതിനുശേഷം പിന്നെ ഒരു വലിയ അക്വേറിയം കൂടി ഉണ്ടാക്കി. 250 ലിറ്റർ വെള്ളം കൊള്ളുന്ന 4 അടിയുള്ളൊരു അക്വേറിയമാണ് രണ്ടാമതായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കിയ അക്വേറിയമാണ് ഈ കാണുന്നത്. ഇതിൽ പ്രധാനമായിട്ട് 9 മീനുകളാണുള്ളത്. കോഴിക്കാർപ്പുണ്ട്, കോഴിക്കാർപ്പിൻ്റെ 4 വെറൈറ്റി ഉണ്ട്. പിന്നെ ഷാർക്ക്, ഗോൾഡ് ഫിഷ്, ഈ 4 മീനുകളാണ് ഇതിലുള്ളത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ 250 ലിറ്റർ വെള്ളം കൊള്ളുന്ന അക്വേറിയമാണിത്. ഇത് അരോണ ഫിഷിനെ ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അരോണ ഫിഷിന് അത്യാവശ്യം നല്ല വലുപ്പം വയ്ക്കുന്നതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല വലിയ അക്വേറിയം തന്നെ ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വലുപ്പമുള്ള ഒരെണ്ണം ഉണ്ടാക്കിയത്. ഇതിൽ 250 ലിറ്റർ വെള്ളം കൊള്ളും. പിന്നെ ഒരൊറ്റ മീനെ മാത്രമേ നമുക്കിതിൽ ഇടാൻ പറ്റുള്ളൂ. അരോണയുടെ കൂട്ടത്തിൽ അധികം മീനുകളെ ഒന്നും നമുക്ക് സാധാരണ അക്വേറിയത്തിലിടുന്ന പോലെ ഇടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു മീൻ മാത്രമേ ഇതിലുള്ളൂ. പിന്നെ ഈ ചെറിയ അക്വേറിയത്തിലെ വെള്ളം ആഴ്ചയിൽ ഒരിക്കൽ മാറ്റി കൊടുക്കാറുണ്ട്. വെള്ളം മാറ്റി കൊടുക്കുമ്പോൾ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് ചെറുതായതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരിക്കലും മാറ്റേണ്ടി വരുന്നത്. അല്ലെങ്കിൽ വലിയ അക്വേറിയത്തിലെ പോലെയൊക്കെ ആണെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് മാറ്റേണ്ടി ഒന്നും വരില്ല. അപ്പം മീനുകൾ ഇതിൽ കൂടുതലാണ്, പിന്നെ ഇതിൻ്റെ അളവും ചെറുതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരുന്നത്. അപ്പോൾ ഇത് ആദ്യം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെറിയ രീതിയിലാണ് ഉണ്ടാക്കി നോക്കിയത്. സക്സസ് ആവോ ഇല്ലയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് സക്സസ് ആയപ്പോൾ ധൈര്യമായി അങ്ങനെയാണ് പിന്നെ വലിയ അക്വേറിയം ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ ഒരെണ്ണം കൂടി ഉണ്ടാക്കി ഇതിനെയൊക്കെ മാറ്റണം, അല്ലെങ്കിൽ വെള്ളമൊക്കെ പെട്ടെന്ന് മോശമാവും. പിന്നെ മീനുകളും വലുതാവുകയാണല്ലോ. പിന്നെ വെള്ളം സാധാരണ നമ്മുടെ ടാപ്പ് വാട്ടർ, പൈപ്പ് വെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് 2-3 ദിവസം മുമ്പ് തന്നെ പിടിച്ച് വയ്ക്കും. പിന്നെ അതിൻ്റെ pH ലെവലൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ വെള്ളം മാറ്റിയ സമയത്ത് ടെമ്പറേച്ചർ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഹീറ്ററും ഓൺ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. pH ലെവലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര അളവ് വേണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പൈപ്പ് വെള്ളം ഒഴിക്കുന്നത് കൊണ്ട്. പിന്നെ ഇതിൽ ഹീറ്റർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ രീതിയിൽ ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിലും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടെമ്പറേച്ചറും ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. പിന്നെ എയർ ഫിൽറ്റർ, അതുപോലെ ഗ്ലാസ് ക്ലീനർ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അരോണയ്ക്ക് അതിൻ്റെ തീറ്റ എന്ന് പറയുന്നത് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തെങ്കിലും അതത്ര അങ്ങോട്ട് കഴിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ചെമ്മീൻ, അതുപോലെ കരൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിന് കൂടുതൽ ഇഷ്ടം. പിന്നെ ഗോൾഡ് ഫിഷിനെ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ചെറിയ ഗോൾഡ് ഫിഷിനെ വാങ്ങിച്ച് അതിനെ തീറ്റയായിട്ട് കൊടുക്കാറുണ്ട്. മറ്റ് കോഴിക്കാർപ്പ് നമ്മുടെ കരളൊക്കെ കഴിക്കാറുണ്ട്. ചെറിയ രീതിയിൽ കരളൊക്കെ കുഞ്ഞു പീസുകളാക്കിയിട്ട് ഇട്ട് കൊടുത്ത കോഴിക്കാർപ്പ് കഴിക്കാറുണ്ട്. അല്ലാത്ത പക്ഷം കൂടുതലും അതിന് നമ്മുടെ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന റെഡിമെയ്ഡായിട്ടുള്ള തീറ്റയാണ് ചെറിയ മീനുകൾക്ക് കൊടുക്കാറുള്ളത്. അപ്പോൾ വീട്ടിലെ അക്വേറിയത്തിൻ്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.